നമസ്കാരം. കഥകൾ ഇഷ്ടപ്പെടുന്ന ഏവരെയും ഞാൻ DK നോട്ട്സ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. കഥ ഇതുവരെ. ഗ്രാമത്തിലെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചിരുന്ന മാഷിനെ സ്നേഹിക്കുന്ന ശിവപ്രിയ തൻ്റെ അച്ഛൻ്റെ ചായക്കടയിലും അമ്പലവഴികളിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി ആവുന്നതും നോക്കുന്നു. പിന്നീട് ഒരു ദിവസം തൻ്റെ അച്ഛൻ തന്നെ മാഷിനു വേണ്ടി ഒരു കല്യാണാലോചന നടത്തിയെന്നും അത് ഉറപ്പിച്ചു എന്നും അറിയുന്നു. മാഷിന് പത്മ എന്ന പെൺകുട്ടിയെ ആദ്യം തന്നെ ഇഷ്ടമായിരുന്നു എന്ന് അച്ഛൻ വഴി അറിഞ്ഞപ്പോൾ അവൾ അതിൽ നിന്നും പിന്മാറുന്നു. പിന്നീട് മാഷിൻ്റെ അനുജൻ രവി ആ ഗ്രാമത്തിലേക്ക് എത്തുന്നു. ശേഷം ഒരു സുമുഖനായ ചെറുപ്പക്കാരനെ ശിവപ്രിയ അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അതേ ആൾ തന്നെ അച്ഛൻ്റെ ചായക്കടയിലും എത്തുന്നു. തുടർന്ന് നടന്ന സംഭാഷണത്തിൽ നിന്നും ആ ചെറുപ്പക്കാരൻ തൻ്റെ അച്ഛൻ്റെ അനന്തരവനാണെന്നും തങ്ങൾക്ക് വേറെയും ബന്ധുക്കളും തറവാടുമുണ്ടെന്നും അവൾ അറിയുന്നു. തുടർന്ന് കേൾക്കുക. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ശേഷം അത്താഴമൂണും കഴിഞ്ഞാണ് മൂവരും കേശവനമ്മാവൻ്റെ ചായക്കടയിൽ നിന്നിറങ്ങിയത്. രാത്രിയിൽ ടോർച്ച് ലൈറ്റും തെളിച്ച് പാടവരമ്പത്തുകൂടി നടന്ന് മറുകരയിൽ എത്തിയതും ഒരു കൂട്ടം ആളുകൾ അവരെ തടഞ്ഞു. തിളങ്ങുന്ന ഷർട്ടും മുണ്ടും അണിഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരുന്നു മുൻപിൽ. കൂടെ അഭ്യാസികളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന 7-8 ചെറുപ്പക്കാരും. മുന്നിലുള്ള ആൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ മുരളി, ഇളയിടത്തെ പത്മയുടെ മുറച്ചെറുക്കനാണ്. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. വളരെ കാലമായി കൊണ്ടു നടന്ന ഒരു ആഗ്രഹമാണ് പത്മയെ സ്വന്തമാക്കുക എന്നത്. അത് തറവാട്ടിൽ സംസാരിച്ച് ഞാൻ ഏകദേശം ശരിയാക്കിയതുമാണ്. അപ്പോഴാണ് മാഷെന്നും പറഞ്ഞ് ഓരോരുത്തരുടെ എഴുന്നള്ളിപ്പ്. മര്യാദയ്ക്ക് പറഞ്ഞാൽ നീ പോകില്ലെന്ന് എനിക്കറിയാം. നല്ല സ്വത്തുള്ള വീട്ടിലെ സുന്ദരി പെണ്ണല്ലേ എൻ്റെ പത്മ. മാത്രവുമല്ല നീ നല്ല അഭ്യാസിയും. അതുകൊണ്ട് കൂടിയാണ് ദാ ഇവരെ കൂടെ കൂട്ടിയത്. മുരളിയെപ്പറ്റി പത്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൂടെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് പത്മയ്ക്ക് ചെറുപ്പം മുതലേ നിന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നും. അപ്പോൾ ഞാൻ എങ്ങനെ കുറ്റക്കാരനാകും എൻ്റെ മുരളി? രാമചന്ദ്രൻ മാഷ് മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാഷിൻ്റെ വാക്കുകൾ മുരളിക്ക് ലേശം കുറച്ചിലായെങ്കിലും അത് പുറത്തു കാട്ടാതെ അയാൾ തുടർന്നു. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതൊക്കെ കല്യാണം കഴിഞ്ഞ് മാറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലല്ലേ താൻ വന്നു കയറിയത്? സാരമില്ല, വന്നതുപോലെ നാളെ പെട്ടിയും കിടക്കയും എടുത്ത് പൊക്കോണം. പള്ളിക്കൂടത്തിലേക്ക് വേറെ മാഷിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാഷിൻ്റെ മുഖത്തു നിന്നും ആ ചിരി മാഞ്ഞു. തൻ്റെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ മുരളി. നീ ഇവിടെ വന്നപ്പോഴെങ്കിലും അടിപിടി ഒന്ന് കുറയ്ക്കുമെന്നാണ് ഞാൻ കരുതിയത്. മുണ്ട് മടക്കി കുത്തി മുന്നോട്ട് കയറി നിന്ന് രഘുനന്ദനൻ മാഷിനോടായി പറഞ്ഞു. ഒന്ന് പോ നന്ദേട്ടാ. പത്മേച്ചിയെ കിട്ടിയതോടെ ഏട്ടൻ സ്വാത്വികനായെന്ന് വിഷമിച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴാ ഒരാശ്വാസമായത്. എൻ്റെ ഏട്ടൻ്റെ വിശ്വരൂപം അവർക്കറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് കുടുകുടെ ചിരിച്ചുകൊണ്ട് രവിയും കൂടി മുന്നിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും മാഷ് അവരെ തടഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഇതെനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അടിച്ച് കയ്യും കാലും ഒടിക്കിനടാ മൂന്നിൻ്റെയും. മുരളിയുടെ അലർച്ച മുഴങ്ങി. മാഷ് മുന്നോട്ട് കുതിച്ചു. പാടവരമ്പിൻ്റെ നനവാർന്ന മണ്ണിൽ അവൻ്റെ കാലടി പതിഞ്ഞപ്പോൾ അതൊരു സാധാരണ ചുവടല്ലായിരുന്നു. പരിശീലിതൻ്റെ ആത്മവിശ്വാസം നിറഞ്ഞ ഒരു ചുവട്. മുരളിയുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ആദ്യം മുന്നോട്ട് വന്നു. കൈ ഉയർത്തി അടിക്കാൻ ശ്രമിച്ചതും രാമചന്ദ്രൻ ശരീരം ഒന്ന് വെട്ടിച്ച് അവൻ്റെ കൈ പിടിച്ച് താഴേക്ക് വലിച്ചിഴച്ചു. അതേസമയം തന്നെ മുട്ടുകാലുകൊണ്ട് വയറ്റിലും ഒന്ന് കൊടുത്തു. ആൾ നിലത്തു വീണു. മറ്റൊരാൾ പിന്നിൽ നിന്ന് ചാടിപ്പിടിക്കാൻ നോക്കി. രാമചന്ദ്രൻ മിന്നൽ വേഗത്തിൽ തിരിഞ്ഞ് ഒരു മെയ്പ്പയറ്റ് ചുവട് പോലെ ശരീരം താഴ്ത്തി കൈ നീട്ടി അയാളുടെ കാലുകൾ തെറിപ്പിച്ചു. അയാളും അതാ മണ്ണിൽ. ഇവൻ ആരാ എന്ന് അതിലാരോ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മൂന്നാമൻ മുന്നോട്ട് വന്നു. കയ്യിൽ ഒരു വടി വീശിയതും രാമചന്ദ്രൻ അത് കൈകൊണ്ട് തടഞ്ഞു പിടിച്ചു. ഒറ്റ വലിയിൽ അത് പിടിച്ചെടുത്തു. കാറ്റ് കീറുന്ന ശബ്ദത്തോടെ ചുഴറ്റി അതുമായി വന്നവൻ്റെ തന്നെ തോളിലടിച്ചു. അയാൾ വേദന കൊണ്ട് പിന്നിലേക്ക് പിടഞ്ഞു വീണു. മുരളിയുടെ മുഖം കടുത്തു. അപ്പോഴേക്കും 7-8 പേരിൽ പകുതിയും നിലത്ത്. ബാക്കിയുള്ളവർ ഒന്ന് മടി പിടിച്ചു. പാടത്തിൻ്റെയും രാത്രിയുടെയും നടുവിൽ ടോർച്ചിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ മാഷിൻ്റെ ആ നിൽപ്പ് അവരിൽ ഭയമുളവാക്കി. മുരളി തന്നെ മുന്നോട്ട് വന്നു. നീ ഇത്രയും വലിയ അഭ്യാസിയോ എന്ന് മുരണ്ടു. പഠിച്ചതും പഠിപ്പിക്കുന്നതും പള്ളിക്കൂടത്തിലെ പാഠങ്ങൾ മാത്രമല്ല മുരളി. രാമചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുരളി ഒരു നിമിഷം മിണ്ടാതെ നിന്നു.
അവൻ്റെ കണ്ണുകളിൽ കോപം വന്നു നിറഞ്ഞു, കൂടെ തോൽവിയുടെ കയ്പും. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം പോകാം എന്നവൻ കൂടെയുള്ളവരോട് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലോ? ഇത്തവണ ശബ്ദമുയർന്നത് രവിയിൽ നിന്നായിരുന്നു. മുരളി തിരിഞ്ഞു നിന്നു. രവി തുടർന്നു. ഒരു പോലീസ് ഇൻസ്പെക്ടറിനെയും കൂട്ടരെയും സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഇവിടെ ബാക്കിയാണ്. അത് കേട്ട് മുരളി അന്തം വിട്ടു. ഏത് ഇൻസ്പെക്ടർ? അയാൾ ചുറ്റിനും നോക്കി. അപ്പോഴേക്കും തൻ്റെ മീശയും പിരിച്ചുകൊണ്ട് രഘുനന്ദനൻ മുന്നോട്ട് വന്നു. തിരയേണ്ട, ആ ഇൻസ്പെക്ടർ ഞാൻ തന്നെയാണ്. മുരളി ആകെ അങ്കലാപ്പിലായി. രഘുനന്ദനൻ തുടർന്നു. അതേ, നീ അങ്ങനെയൊന്നും പുറത്തിറങ്ങാത്ത വകുപ്പ് ഞാൻ ചേർത്തോളാം. അത് പോരെ മുരളി നിനക്ക്? മുരളി ആകെ പരിഭ്രമത്തിലായി, കൂടെ ചുറ്റുമുള്ളവരും. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ മുഖാമുഖം നോക്കി. തുടർന്ന് മുരളി ഗത്യന്തരമില്ലാതെ മെല്ലെ മാഷിൻ്റെ സമീപത്തേക്ക് വന്നെത്തി. മാഷ് ക്ഷമിക്കണം, ഒരു ബുദ്ധിമോശം പറ്റിപ്പോയി. മാഷ് ചിരിച്ചുകൊണ്ട് മുരളിയുടെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു. ശരി, നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. ഇവരോട് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞ് മാഷ് മുരളിയെയും കൂട്ടരെയും അവിടെ നിന്ന് പോകാൻ അനുവദിച്ചു. അത് തടയാൻ രവി ശ്രമിച്ചെങ്കിലും മാഷ് വിലക്കി. ആ രാത്രി വീണ്ടും ശാന്തമായി. അവർ വീട്ടിലേക്ക് നടന്നു. അധികം വൈകാതെ തന്നെ ഒരു ദിവസം രഘുനന്ദനൻ കേശവൻ അമ്മാവനെയും സുജാതയെയും ശിവപ്രിയയും കൂട്ടി പുന്നക്കൽ തറവാടിൻ്റെ മുന്നിലെത്തി. ടാക്സിയിൽ നിന്നും പുറത്തിറങ്ങിയ കേശവക്കുറുപ്പ് തറവാടിൻ്റെ പൂമുഖത്തേക്ക് നോക്കി. പുന്നക്കൽ തറവാട് 50 ഏക്കറിൽ തലയെടുപ്പോടെ പഴയതിലും പ്രതാപത്തോടെ നിൽക്കുന്ന എട്ടുകെട്ട്. പഴയ പലതരം ഓർമ്മകളുടെ ഭീകരത അദ്ദേഹത്തിൻ്റെയും സുജാതയുടെയും കണ്ണുകളിൽ മിന്നിമാഞ്ഞു. തറവാട് കണ്ട ശിവപ്രിയ വായും തുറന്ന് അന്താളിച്ച് നിൽക്കുകയാണ്. ഇത്രയും വലിയ തറവാടായിരുന്നോ തൻ്റെ അച്ഛൻ്റേത്? അവൾ ചിന്തിച്ചു. അവരുടെ കാറിൻ്റെ ശബ്ദം കേട്ട് അകത്തു നിന്നും ഇറങ്ങി വന്ന രഘുനന്ദൻ്റെ അമ്മയായ കല്യാണിയമ്മയുടെ വെള്ളാരം കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ ഓടി വന്ന് തൻ്റെ അനുജൻ്റെ കൈകളിൽ പിടിച്ചു. എത്ര വർഷങ്ങളായിടാ നിന്നെ കണ്ടിട്ട്, നീ ഞങ്ങളെ എല്ലാവരെയും മറന്നുപോയില്ലേ? അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ കേശവക്കുറുപ്പിൻ്റെയും. പഴയ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിവുള്ളതല്ലേ, എന്നിട്ടും? അയാൾ അർദ്ധോക്തിയിൽ ഇതുമ്പി. അക്കാലമൊക്കെ കഴിഞ്ഞു, ഇനി അതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറി വരൂ എന്നും പറഞ്ഞ് അവർ സുജാതയുടെ കൈകളിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു. അപ്പോഴാണ് പിറകിൽ തറവാടിൻ്റെ ഭംഗിയും വലുപ്പവും കണ്ട് അന്താളിച്ച് നിന്നിരുന്ന സുന്ദരിയായ ശിവപ്രിയയിൽ അവരുടെ നോട്ടമെത്തിയത്. ഇത് ചോദ്യഭാവത്തിൽ അവർ തിരക്കി. ഇത് ശിവപ്രിയ, അമ്മാവൻ്റെ ഒരേ ഒരു മകളാണ്, രഘുനന്ദനൻ പറഞ്ഞു. കല്യാണിയമ്മ അവൻ്റെ കണ്ണുകളിലെ ആ തിളക്കം ശ്രദ്ധിച്ചു. ഒരു ചെറുചിരിയോടെ അവനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ശിവപ്രിയയുടെയും കൂടി കൈപിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ചെറിയ മടിയോടുകൂടിയാണ് മൂവരും തറവാടിനുള്ളിലേക്ക് കടന്നത്. അവർ നേരെ എത്തിയത് അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലായിരുന്നു. ഒരിക്കൽ പ്രതാപിയായിരുന്ന തൻ്റെ അച്ഛൻ ഇപ്പോൾ പ്രായാധിക്യമായി കിടപ്പിലാണ്. കാഴ്ച നന്നേ കുറഞ്ഞ അദ്ദേഹം ആരാണ് വന്നതെന്ന് നെറ്റി ചുളിച്ചു നോക്കി. നമ്മുടെ കേശവനും സുജാതയും മകളുമാണച്ച. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ ഉതിർന്നു വീണു. അവരെ അടുത്തേക്ക് വിളിച്ചു. അവരുടെ കവിളിൽ തലോടിക്കൊണ്ട് അദ്ദേഹം തുടർന്നു. ഈ തറവാട്ടിൽ കഴിയേണ്ട കുട്ടികളാണ്. എൻ്റെ അഹന്തയുടെ ബാക്കി പത്രമായി ഇങ്ങനെയൊക്കെയായി തീർന്നു. നിങ്ങൾ ഈ അച്ഛനോട് ക്ഷമിക്കണം. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ സുജാതയോടെന്നവണ്ണം തുടർന്നു. അന്ന് മോളെയും കുടുംബത്തെയും നാട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു എന്നത് പിന്നീടാണ് ഞാൻ അറിഞ്ഞിരുന്നത്. സുജാത വാവിട്ട് കരഞ്ഞുപോയി. തുടർന്ന് അദ്ദേഹം ശിവപ്രിയയെ അടുത്തേക്ക് വിളിച്ചു. നെറുകയിൽ ചുംബിച്ചു. അപ്പോഴേക്കും മുത്തശ്ശിയായ സുമംഗലാദേവിയും അവരുടെ അടുത്തെത്തി. അവരെ വാരിപ്പുണർന്നു. വിവരങ്ങൾ അറിഞ്ഞ് അനുജൻ ത്രിവിക്രമനും കല്യാണിയമ്മയുടെ ഭർത്താവായ രാമനാഥനും കൂടി അവിടെ എത്തിയിരുന്നു. തുടർന്ന് പരിഭവങ്ങളുടെ കെട്ടഴിക്കലുകളും തേങ്ങലുകളും മാത്രമായിരുന്നു ആ മുറിയിൽ. എല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോഴേക്കും ആ ചോദ്യം സുജാതയുടെ ചുണ്ടിൽ നിന്നുയർന്നു. ദേവി എവിടെ? നമ്മുടെ ശ്രീദേവി? പൊടുന്നനെ രംഗം നിശബ്ദമായി. ആരും ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് എന്തോ പന്തികേട് തോന്നിയ കേശവക്കുറുപ്പ് വീണ്ടും ചോദിച്ചു. എന്തേ ആരും ഒന്നും മിണ്ടാത്തത്? ശ്രീദേവിക്കുട്ടി എവിടെ? ദേവി പോയി. അത് പറഞ്ഞത് രാമനാഥനായിരുന്നു.
ഒരു നടുക്കത്തോടെ കേശവൻ ചോദിച്ചു, പോയി എന്നോ? എവിടെ പോയി? എന്താണ് പറ്റിയത്? രാമനാഥൻ തുടർന്നു, ആ രാത്രി കേശവൻ മറന്നിട്ടുണ്ടാകുകയില്ലല്ലോ. നിങ്ങളെ രണ്ടുപേരെയും രക്ഷപ്പെടാൻ സഹായിച്ച് തിരികെ വരുന്ന വഴി നമ്മുടെ കാവിൽ വെച്ച് അവൾക്ക് വിഷം തീണ്ടി. അന്ന് ആ ബഹളത്തിനിടയിൽ ആരും അവളെ ശ്രദ്ധിച്ചിരുന്നില്ല. പിറ്റേന്ന് കാവിൽ മരിച്ചു കിടന്നത് നമ്മുടെ ബാല്യക്കാർ കണ്ടാണ് എല്ലാവരും അറിഞ്ഞത്. എല്ലാം കേട്ട് കേശവക്കുറുപ്പും സുജാതയും തളർന്ന് നിലത്തിരുന്നു പോയി. അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചാണ് അത്താഴമൂണ് കഴിക്കാനിരുന്നത്. ശിവപ്രിയയും സുജാതയും അവരുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ മടി കാട്ടിയപ്പോൾ, പഴയതെല്ലാം മറക്കണം, നിങ്ങൾ എല്ലാവരും ഈ തറവാട്ടിലെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇടപെട്ടു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വേളയിലുടനീളം രഘുനന്ദനന്റെ കണ്ണുകൾ ശിവപ്രിയയിൽ തന്നെയായിരുന്നു. തൻ്റെ കൺകോണിൽ കൂടി നന്ദനൻ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട് അവളുടെ ചുണ്ടിൽ നാണത്തോടെയുള്ള ഒരു ചെറു പുഞ്ചിരി വിടർന്നു. ഇതൊക്കെയും കല്യാണിയമ്മയും മുത്തശ്ശിയും കണ്ട് കണ്ണിൽ കണ്ണിൽ നോക്കിച്ചിരിച്ചത് അവർ അറിഞ്ഞിരുന്നതേയില്ല. ശ്രീദേവിയുടെ മുറി തന്നെയായിരുന്നു കല്യാണിയമ്മ ശിവപ്രിയയ്ക്കായി ഒരുക്കിയിരുന്നത്. അത്താഴമൂണും കഴിഞ്ഞ് തിരികെ ഉറങ്ങാനായി തൻ്റെ മുറിയിലെത്തിയ ശിവപ്രിയയ്ക്ക് സ്ഥലം മാറിക്കിടന്നതുകൊണ്ടാകും ഉറക്കം വന്നില്ല. തുടർന്ന് അവൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവിടെ ശ്രീദേവിയുടെ പുസ്തകങ്ങളും സാധനങ്ങളും ഒരു പൊടി പോലും കയറാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതൊക്കെ എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പൊടുന്നനെ 4 മടക്കിയ ഒരു കടലാസ് അതിൽ നിന്നും താഴെ വീണു. അവൾ അതെടുത്ത് തുറന്നു നോക്കി. വർഷങ്ങൾ പഴക്കമുള്ള ആ കടലാസിൽ മഷിപ്പേന വെച്ചെഴുതിയ അക്ഷരങ്ങൾ കാലപ്പഴക്കം കൊണ്ട് വല്ലാണ്ട് പടർന്നിരുന്നു. അവൾ വളരെ പാടുപെട്ട് വായിച്ചെടുത്തതിൽ നിന്നും ദേവേട്ടൻ എന്നൊരാൾക്ക് എഴുതിയതാണെന്ന് മനസ്സിലായി. കളരിക്കലെ സുകുമാരൻ തന്നോട് ഇന്നും ലോഹ്യം കൂടാൻ വന്നുവെന്നും ദേവേട്ടൻ ഉടൻ തന്നെ തീർപ്പുണ്ടാക്കണമെന്നും അവൾ തപ്പിയും തടഞ്ഞും വായിച്ചെടുത്തു. ശ്രീദേവി പണ്ട് ആർക്കോ എഴുതിയ കത്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തിരികെ കിടക്കയിൽ വന്നു കിടന്നു. ആരായിരിക്കും ഈ ദേവേട്ടനും സുകുമാരനുമൊക്കെ എന്നാലോചിച്ചു കിടന്ന അവൾ മെല്ലെ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോകാൻ അവർ 3 പേരും കൂടിയാണ് ഇറങ്ങിയത്. വർഷങ്ങൾക്ക് ശേഷമാണ് കേശവക്കുറുപ്പ് കുടുംബക്ഷേത്രത്തിൻ്റെ നട കടക്കുന്നത്. ആ സന്തോഷം അയാൾക്കുണ്ടായിരുന്നു. വിശേഷാൽ പൂജ കഴിഞ്ഞ് പ്രസാദവുമായി വന്ന മേൽശാന്തിയെ കണ്ടതും കേശവക്കുറുപ്പ് സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്നു. ജയദേവ, താങ്കളാണ് മേൽശാന്തി എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എത്ര നാളായടോ കണ്ടിട്ട്? താൻ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ, താൻ വന്നത് ഞാൻ ഇന്നലെ സന്ധ്യയ്ക്കേ അറിഞ്ഞിരുന്നു. ഇന്ന് നടയടച്ചിട്ട് അങ്ങോട്ടേക്ക് എത്താമെന്നാണ് കരുതിയത്. തന്നെ രാവിലെ തന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അച്ഛൻ മരിച്ചപ്പോൾ ക്ഷേത്രത്തിലെ ശാന്തിപ്പണി ഞാൻ ഏറ്റെടുത്തു. ഇപ്പോൾ ഇവിടെ സ്വസ്ഥം. അദ്ദേഹം പറഞ്ഞു നിർത്തി. വേളിയും കുട്ടികളുമൊക്കെ എവിടെയാണ്? കേശവക്കുറുപ്പ് തിരക്കി. മനസ്സിന് പിടിച്ച വേളിയൊന്നും അങ്ങോട്ട് തരവായില്ലടോ. അതുകൊണ്ട് കുട്ടികളുമില്ല, ഒറ്റത്തടി തന്നെ, തിരുമേനി പറഞ്ഞു. അത് കേട്ട് ഒരു നിമിഷം വാക്കുകൾ കിട്ടാതെ നിന്നു പോയ കേശവക്കുറുപ്പ് പിന്നീട് തൻ്റെ മകളെ തിരുമേനിക്ക് പരിചയപ്പെടുത്തി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവൾക്ക് പ്രസാദം കൊടുത്തുകൊണ്ട് ചോദിച്ചു, തിരുവാതിരയാണല്ലേ മോളുടെ നാള്? അതെ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീദേവിയുടെ നാളും തിരുവാതിരയായിരുന്നല്ലോ, തിരുമേനി പറഞ്ഞു. ഒരു ഗദ്ഗതത്തോടെ അതേ എന്ന് കേശവക്കുറുപ്പ് മറുപടി പറഞ്ഞു. പെട്ടെന്ന് ശിവപ്രിയയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. ഒരു പക്ഷേ ഇന്നലെ താൻ വായിച്ച കത്തിലെ ആ ദേവേട്ടൻ ഈ ജയദേവൻ തിരുമേനിയാകുമോ? തുടർഭാഗങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.